നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേദിയൊരുക്കിയെങ്കിലും മേഖലയിൽ ഉടൻ സമാധാനം നടപ്പിലാക്കാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി ലോക നേതാക്കൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. നിലവിൽ യുക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങൾ ആക്രമിക്കുന്നത് ഒരു മാസത്തേക്ക് നിർത്താൻ പുടിൻ സമ്മതിച്ചിട്ടുണ്ട്. വൈദ്യുതിയുടെ ഉൽപാദനം, വിതരണം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെയാണ് ഊർജ്ജ സംവിധാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30 ദിവസത്തേക്ക് പൊതുവിൽ തന്നെ വെടിനിർത്തണം എന്ന യുഎസ് നിർദ്ദേശം പുടിൻ പക്ഷേ അംഗീകരിച്ചില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം ഡ്രോൺ ആക്രമണം തുടരുകയും ചെയ്തു. പരസ്പരം ഊർജ്ജ സംവിധാനങ്ങൾ ആക്രമിക്കില്ലെന്ന ഉറപ്പ് റഷ്യ ലംഘിച്ചതായും യുക്രൈൻ പക്ഷത്തു നിന്ന് ആരോപണമുണ്ടായി. യുക്രൈന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മിലിറ്ററി ഇന്റലിജൻസ് സഹായം അവസാനിപ്പിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ട്രംപ് സമ്മതിച്ചില്ല. ഇരു കൂട്ടരും പരസ്പരം യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. 175 വീതം തടവുകാരെയാണ് കൈമാറുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 22 റഷ്യൻ സൈനികരെയും കൈമാറും. ഈ നിർണായക തീരുമാനമുണ്ടായത് പുടിനും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം കഴിഞ്ഞതിന് പിന്നാലെയാണ്. അതേസമയം വൈറ്റ് ഹൌസിൽ നടന്ന ചൂടുപിടിച്ച പുടിൻ സെലസ്കി സംവാദത്തെ അപേക്ഷിച്ച് തികച്ചും സൗഹാർദ്ദപരമായിരുന്നു പുടിൻ ട്രംപ് ഫോൺ സംഭാഷണം. ഇരു രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഐസ് ഹോക്കി മത്സരം സംഘടിപ്പിക്കുന്ന കാര്യം പോലുള്ള ചില കൊച്ചു വർത്തമാനങ്ങളും ഉണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ ഏറ്റവും ഭീകരമായ യുദ്ധമാണിത്. യുക്രൈന് 43,000 സൈനികരെ നഷ്ടപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. അനൌദ്യോഗിക സംഖ്യ അതിന്റെ ഇരട്ടിയാണ്. ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 3ാം വട്ട ചർച്ചകൾ സൗദി അറേബ്യയിൽ ആരംഭിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി നടക്കുന്ന ചർച്ചകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് പങ്കെടുക്കുന്നത്. റഷ്യയും യുക്രൈനുമായി വെവ്വേറെ ചർച്ചകളാണ് സ്റ്റീവ് വിറ്റ്കോഫ് നടത്തുക. 3 വർഷമായി തുടരുന്ന രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം നിർണായക ഘട്ടത്തിലാണുള്ളത്. വൈകാതെ ശുഭവാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. യുക്രൈന് മേലുള്ള ആക്രമണം വ്യാപിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകളിൽ നിർണായക പുരോഗതി പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തവണ നടന്ന ചർച്ചകൾക്കൊടുവിൽ യുക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഫോണിൽ സംസാരിച്ചു. യുക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 30 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ റഷ്യയും സമ്മതിച്ചു. ഇന്നലത്തെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന തന്റെ പ്രതിനിധി സംഘം ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലസ്കി പറഞ്ഞു. ഊർജ്ജ കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ യുഎസ് പ്രതിനിധികൾ ചർച്ച ചെയ്തു. യുക്രൈനെ പ്രതിനിധീകരിച്ച് പ്രതിരോധ മന്ത്രി റസം ഉമൈറോവ് ആണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. റഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന യുക്രൈൻ കുട്ടികളുടെ ഭാവി ഉൾപ്പെടെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി നടപടികളെ കുറിച്ച് യുഎസ് സംസാരിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു. അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ 3 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 10 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സമാധാന ചർച്ചകൾക്ക് മുൻപ് രാജ്യത്തിനെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സെലസ്കി പാശ്ചാത്യ സഖ്യകക്ഷികളോട് അഭ്യർത്ഥിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ
ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.